എല്ലാ പ്രേക്ഷകർക്കും മുൻകൂർ വിഷു ആശംസകളുമായി ഡെമോക്രസിയിലേക്ക് വീണ്ടും. ഇത്തവണ വിഷുവിന് നമ്മൾക്ക് കണി കാണാവുന്ന ഏറ്റവും ഐശ്വര്യമുള്ള മുഖം ആരുടേതാണ്? വിഷു പുലരിയിൽ മാത്രമല്ല, എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തി തൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വവും വോട്ടു രാഷ്ട്രീയ വ്യക്തിത്വവും അരക്കിട്ടുറപ്പിച്ച പഴയ ലീഡറുടെ മകൻ നടത്തുന്ന വിഷുക്കണി ഫലമാണ് ഇനി. ആ പാവം ജിഷ്ണു പ്രണോയ് കഴിഞ്ഞ വിഷുവിന് കണി കണ്ട പിണറായിൻ്റെ ചിത്രമാണ്. ആ ചിത്രം കണി കണ്ടാൽ ഒരാൾക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതിൻ്റെ കുടുംബം പോലും ദുരിതമനുഭവിക്കില്ല ഒരു ചിത്രം കണി കണ്ടതിൻ്റെ പേരിൽ. ജിഷ്ണു മരണപ്പെട്ടു, മാതാപിതാക്കളും പെങ്ങളും നിരാഹാരം കിടക്കുന്നു. ഈ വിഷുവിൻ്റെ എത്തുമ്പോൾ ആ കുടുംബത്തിനുണ്ടായ ഒരു ദുരന്തം. പക്ഷേ ഇതൊക്കെ പറഞ്ഞ മുരളീധരനെയും ചെന്നിത്തലയെയും വിശ്വസിച്ച് അണികൾ സമരത്തിനിറങ്ങി പുറപ്പെട്ടാൽ പുറപ്പെടുന്നവരുടെ സ്ഥിതി എന്താകും? കേരളത്തിൽ നല്ലൊരു പ്രതിപക്ഷമില്ലെന്നും സമരം ചെയ്യാൻ പോലുമാകാത്ത സോപ്പ് പൗഡർ കുട്ടപ്പന്മാർ നേതാക്കളായാൽ പ്രതിപക്ഷം ഇവിടെ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നിയപ്പോഴാണ് ഇല്ലാത്ത സടയെല്ലാം കുടഞ്ഞെണീക്കാൻ പാകത്തിന് പ്രതിപക്ഷത്തിന് മഹിജ വിഷയം വീണ് കിട്ടിയത്. മലപ്പുറം തെരഞ്ഞെടുപ്പിൻ്റെ മുസ്ലിം പവർ എക്സ്ട്രയടക്കം കഴിച്ച് ആഞ്ഞടിക്കാൻ എല്ലാവരും ശ്രമിച്ചു. ആ അമ്മയെ മർദ്ദിച്ച പോലീസുകാരുടെ പേരിൽ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ വീണ്ടും ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ചില നേരങ്ങളിൽ സത്യം സത്യമായും പാപികളുടെ തൊണ്ടയിൽ കയറിയിരുന്ന് സ്വയം വെളിപ്പെടുത്തും എന്ന് പറയാറുള്ളത് പോലെ ഇതാ ഞങ്ങൾ നല്ല പ്രതിപക്ഷമല്ല, നല്ല പ്രതിപക്ഷം ഭരണപക്ഷത്തിലെ ചില സിംഹങ്ങൾ തന്നെയാണെന്ന് പ്രതിപക്ഷം തന്നെ ഗതികെട്ട് പറഞ്ഞ നിമിഷങ്ങൾ. ഇന്നലെ പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നു, അച്യുതാനന്ദനും ബേബിക്കും കാനത്തിനുമെതിരായിട്ടാണ് പ്രകാശ് കാരാട്ടിന്റെ ഇന്നലത്തെ പ്രസംഗം. പ്രതിപക്ഷത്താണെന്ന് ചില ആളുകൾ കണ്ടിരിക്കുകയാണെന്നാണ്. ഭരണപക്ഷത്ത് വന്ന ശേഷവും ചില ആളുകൾ ധരിക്കുന്നത് ഇപ്പോഴും പ്രതിപക്ഷത്താണെന്ന്. ആരെ പറ്റിയാണിത്? കാനത്തിനെ പറ്റിയല്ലേ? അച്യുതാനന്ദനെ പറ്റിയല്ലേ? MA ബേബിയെ പറ്റിയല്ലേ? അവർ മറുപടി പറയട്ടെ. ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾ അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കണം.